ഓർഗനൈസേഷൻ നിൽക്കുന്നു. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന പോലും സഭ പോലും അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു ഓർഗനൈസേഷൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ലോകത്തിന് മോഡലായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ സുധി സാർ റിയാദിലല്ലേ ബിസിനസ് ചെയ്യുന്നത് അല്ലേ? ഇതൊന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല. ആ സെയ്തലി അടക്കം കൊടുത്തിട്ടുള്ള പണത്തിൻ്റെ ഒരു ഭാഗം വയനാട് നമ്മൾ 13-ാം തീയതി ഒരു ഹോസ്പിറ്റല് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ലാൻഡ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സമർപ്പിക്കുകയാണ്. ഏകദേശം 5 കോടി രൂപ ചെലവാക്കിക്കൊണ്ടാണ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്നുള്ള വലിയൊരു സപ്പോർട്ടോടുകൂടി ഈ പദ്ധതി നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കുന്നത്. 5 കോടി രൂപ നമ്മൾ ടോട്ടൽ ആ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ ഏകദേശം 4 കോടി രൂപയോളം ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന് തരുമ്പോൾ അതിലേക്ക് 1 കോടി രൂപ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രൈഡ്, നമ്മുടെ പാസ് ഇന്റർനാഷണൽ ഡയറക്ടർ ലയൺ BP നന്ദകുമാർ സാറാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നമുക്ക് അദ്ദേഹത്തെ നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് ഇവിടെ അഭിനന്ദിക്കാം. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിലുള്ള, ഇപ്പോൾ ലയൺ വിമൽ വേണു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏതൊരു പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാലക്കാട് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 100ഓളം സ്റ്റാഫുകൾ ഇരുന്ന് വർക്ക് ചെയ്യുക. സ്വന്തമായ ഒരു ബിൽഡിംഗ് ഉള്ളതാണ്. ഒരു ഹോസ്പിറ്റൽ മേഖലയുടെ ഒരു അധിപനാണ് ഡോക്ടർ മധു. അദ്ദേഹം അതൊക്കെ മാറ്റിവെച്ചും അദ്ദേഹം സധർമ്മനയോട് വന്നിരിക്കുന്നു നമ്മുടെ കൂടെ. ലയൺസ് എന്നുള്ള ഓർഗനൈസേഷൻ കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 50 വർഷമോ 100 വർഷമോ 25 വർഷമോ ജീവിക്കുന്ന ഓരോ വ്യക്തികളും നമ്മളൊക്കെ ജീവിത കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മുടെ മരണത്തിന് ശേഷം 25, 30, 40 വർഷം കഴിയുമ്പോൾ ഒരാൾ പോലും അതിൽ ഓർത്തു എന്ന് വരില്ല. പക്ഷെ നിങ്ങൾക്ക് ഓർക്കാവുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ നാടിന് വേണ്ടി നിങ്ങൾ ചെയ്തു വെച്ച് പോയാൽ അത് ആ തലമുറ മാറും തോറും അത് ജനങ്ങളത് ഓർത്തുകൊണ്ടേയിരിക്കും. ചാവക്കാട് ലയൺസ് ക്ലബിലെ അംഗങ്ങൾ ഒരു നല്ലൊരു പ്രൊജക്റ്റ് ഈ നാടിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ചാവക്കാടിലെ എത്രയും അംഗങ്ങൾ ചേർന്നിട്ടുള്ള ക്ലബ്ബുകൾ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റായിട്ട്, വലിയൊരു പദ്ധതിയായിട്ട് ഈ സമൂഹം നമ്മളതിനതിൽ ഉൾപ്പെടുത്തും, കാണും. ഇല്ലേ സോമേട്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തട്ടെ. അതിനെല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വരാൻ പോകുന്ന ഈ വർഷത്തെ PSTനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് ഔദ്യോഗികമായിട്ട് ആവശ്യമില്ലെങ്കിലും അവരേനെ ഒരു ഇൻസ്റ്റലേഷൻ സെറമണി പൂർത്തീകരിക്കണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ അവരേനെ ഇൻസ്റ്റലേഷൻ സെറമണിയിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ലിസ്റ്റ്